വെറുതെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് മൂക്കുന്ന പെട്ടെന്ന് ചോര വരും. നമ്മൾ പാരന്റ്സും കുഞ്ഞുങ്ങളും വളരെ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. നമുക്ക് അങ്ങനെ മൂക്കുന്ന ചോര വരാൻ പല കാരണങ്ങളുണ്ട്. ഏറ്റവും കോമൺ ആയ കാരണം കുഞ്ഞുങ്ങൾ യൂഷ്വലി മൂക്കിൽ വിരലിടുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ വിരൽ കൊണ്ട് മൂക്കിന്റെ ഉള്ളിൽ തൊലി പൊട്ടി അവിടുന്ന് ചോര വരിക എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മൂക്കിന് ഡ്രൈനെസ് ഉണ്ടാകുമ്പോൾ വരാം, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ വരാം, ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ദശയുടെ പോലത്തെ വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് മൂക്കുന്ന ചോര വരാനുള്ള കാരണങ്ങളായിരിക്കാം. അപ്പൊ ഇത് എന്ത് തന്നെയാണ് ആണെങ്കിലും നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത് വരയ്ക്കുള്ള ആ സമയത്ത് ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മളൊരു കുറച്ചൊരു ഐസ് ക്യൂബ്സ് എടുക്കുക, അത് മൂക്കിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ട് മൂക്കിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. രണ്ടാമത്തേത് നമ്മൾ മൂക്കിന്റെ ഈ സോഫ്റ്റ് ആയ ഭാഗം ഇത് രണ്ടും ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അതങ്ങ് നിന്നോളും. ഇനി സപ്പോസ് ഇതൊന്നും വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നത്, നമുക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക, അത് റോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേസൽ ഡ്രോപ്സ് ഉണ്ടല്ലോ, സലൈൻ നേസൽ ഡ്രോപ്പ് അല്ല, അതല്ലാതെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നേസൽ ഡ്രോപ്പ് കിട്ടും. അതൊരു 5-6 തുള്ളി അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ മൂക്കിൽ വെച്ച് കൊടുക്കാം. ആ തുള്ളി മരുന്ന് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ചുരുക്കുക എന്നുള്ള ഉദ്ദേശത്തിനുള്ളതാണ്. അപ്പൊ നമ്മളിത് അവിടെ ടൈറ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതും നമ്മുടെ മൂക്കിൽ ബ്ലഡ് വരുന്നത് പെട്ടെന്ന് നിൽക്കാനുള്ള മാർഗ്ഗമാണ്. നമ്മളിത് നിന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാതിരിക്കരുത്. നിർബന്ധമായും നമ്മൾ ഡോക്ടറെ കാണിച്ച് എവിടെ നിന്നാണ് ബ്ലീഡ് ചെയ്തതെന്നുള്ളതും അത് എന്തുകൊണ്ടാണെന്നും അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഇതിന് ശേഷം നിങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്.